വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. ഇന്ന് നമ്മൾ കുറച്ച് മീഷോ ഫൈൻസ് ആണ് കേട്ടോ നോക്കുന്നത്. നല്ല അടിപൊളി പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ. ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇത്രയും കലക്കം പ്രൊഡക്റ്റ്സ് ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അമ്മാതിരി ആയിട്ടാണ് മീഷോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫുള്ളി വർക്ക്ഡ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക്, സീക്വൻസ് വർക്കൊക്കെ ഉള്ള കുറച്ച് ഡ്രസ്സാണ് കാണിക്കുന്നത്. അല്ലാണ്ടും കുറച്ച് നമുക്ക് ക്യാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല സീക്വൻസും സ്റ്റോണും വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇതൊരു ബ്ലൗസ് മോഡലാണ് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ തന്നെ പാഡഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് സാരിയുടെ കൂടെ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാം. ഒരുപാട് ഇറക്കമൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ കുറച്ച് ഇറക്കമുള്ളതുപോലെ ഫോണിൽ തോന്നുന്നുണ്ടെങ്കിലും അത്ര ഇറക്കമൊന്നുമില്ല. നമ്മൾ സാധാരണ ബ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കട്ടിങ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെയൊക്കെ ആ ഒരു ടോപ്പ് മോഡൽ തോന്നുന്നുണ്ട്. പിന്നെ അതിലിങ്ങനെ ഡോരി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വലിയ ക്വാളിറ്റിയൊന്നും ഡോരിക്കില്ല. പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി ഫുൾ ഓക്കെ ആണ് കേട്ടോ. സൈഡിലായിട്ടാണ് സിബ് വന്നിട്ടുള്ളത്. ഒരു ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഫുള്ളി വർക്ക്ഡ് ആണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്ക് പോർഷനായിട്ട് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. വെൽവെറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ. സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഒരു സിൽവറൊക്കെയാണ് വർക്ക് വന്നിട്ടുള്ളത് ഫുള്ള്. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത്. സീക്വൻസ് സിൽവർ കളറുള്ള സീക്വൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ ഇതേപോലെ പാഡൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഈ ഒരു റേറ്റിന് ഇത്രയും വർക്കുള്ള ഒരു ഡ്രസ്സൊക്കെ മീഷോന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയതാണ്, സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ഇതിങ്ങനെ കണ്ടത്. ബാക്കിൽ സിബോ അല്ലെങ്കിൽ ഇങ്ങനെ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. മെറ്റീരിയൽ വെൽവെറ്റിൻ്റെ ആണ്. അതുകൊണ്ട് വലുതായിട്ട് നമുക്കങ്ങനെ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ടൈപ്പ് ഡ്രസ്സല്ലല്ലോ. നല്ല ഒരു ഫംഗ്ഷനിലൊക്കെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മീഷോ എന്ന് വാങ്ങിയതാണെന്ന് കണ്ടാൽ പോലും പറയില്ല കേട്ടോ. ഇതിന് വലിയ ക്വാളിറ്റി ഇല്ല. അവിടെ അത്ര കട്ടി കുറഞ്ഞിട്ടുള്ള എന്തോ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സംഭവം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10ൽ 9 വരെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ലിങ്ക് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം കേട്ടോ. ഇതെനിക്ക് ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാൻ പറ്റുന്നില്ല മീഷോ ലിങ്ക്. അതെന്താണെന്നറിയില്ല. ഫ്ലിപ്കാർട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കമൻറ്റ് വേണ്ടവരൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് തരാം. എന്തായാലും പ്രൊഡക്റ്റ് വെറുതെ മനുഷ്യനെ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നോക്കാം. ഇതേപോലെ തന്നെ ഫുള്ളി വർക്ക്ഡ് ആയിട്ടുള്ള പാഡഡ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് ഇതും. ഇത് 3/4 സ്ലീവാണ് വരുന്നത്. സിബ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോരി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം ഹാങ്ങിങ്സോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതും അത്യാവശ്യം സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. നല്ല ബാക്കിലാണെങ്കിലും സ്റ്റോൺ വർക്ക് ഉണ്ട്. മറ്റേതിന് ബാക്കിലുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് നെറ്റ് മെറ്റീരിയലാണ് പുറമേ വന്നിട്ടുള്ളത്. വർക്ക്ഡ് ആയിട്ടുള്ള നെറ്റാണ്. പിന്നെ അതിൻ്റെ താഴെ 2 ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ വേറെ ലൈനിങ് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതും ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 270 രൂപയായിരുന്നു. ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമായി. നന്നായിട്ട് നമുക്ക് സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം. പക്ഷേ ഇതിന് സ്കേർട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്നെങ്കിൽ വർക്ക്ഡ് എടുക്കണം, അല്ലെങ്കിൽ ഈ സെയിം കളറ് പ്ലെയിൻ ആയിട്ട് കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതിന് ചേരുക. അപ്പോൾ ഇതെന്തായാലും ഞാൻ സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ അങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിച്ചൊന്നും അല്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. പ്രിൻസസ് കട്ടൊക്കെ തന്നെയല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിലല്ലേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. ഉള്ളിൽ നല്ല കട്ടിയുള്ള ലൈനിങ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ലൈനിങ്ങിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്യാമറയിൽ കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വാഷ് ചെയ്യണം. മറ്റേ ഡ്രസ്സും അതുപോലെ തന്നെയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് സ്റ്റോൺ വർക്കൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ബാക്കിലും ഉണ്ട് കണ്ടോ. മറ്റേ ഡ്രസ്സിൻ്റെ ബാക്കിലുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ബാക്കിലും വർക്ക്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ലാച്ചാൻ്റെ ഒക്കെ ഒരു ടോപ്പ് പോലെ തോന്നിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ്. ഇനി മൂന്നാമത്തത് ഈ ഒരു കുർത്തിയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് കുർത്തിയാണ്. നമുക്ക് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഫോണിൻ്റെ ലൈറ്റിൽ ഇതിന് ചെറിയൊരു കളർ ഡിഫറൻസ് തോന്നുന്നുണ്ട്. ആക്ച്വൽ കളർ എന്ന് പറയുന്നത് ഒണിയൻ പിങ്ക് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മീഷോയിൽ നോക്കിയ സമയത്ത് ആ ഒരു കളർ കണ്ടിട്ടാണ് ഞാൻ ആദ്യം ഡ്രസ്സ് നോക്കുന്നത്. അപ്പോൾ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 230 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലൈനിങ് ഉണ്ട്. പിന്നെ നമുക്ക് ആംഗിളായിട്ടാണ് ലെങ്ത് വരുന്നത്.
ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനിൽ ഇതേപോലെ തന്നെ സീക്വൻസ് വെച്ചിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം സീക്വൻസിൻ്റെ വർക്ക് തന്നെയാണ് നെക്കിലും കൊടുത്തിട്ടുള്ളത്. ഒരു വീനക്ക് പോലെ വന്നിട്ട് അതിനുള്ളിലായിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ് വന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറെ സൈസ് ഉണ്ടായിരുന്നോന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. ലൈറ്റ് ഗ്രീൻ പോലത്തെ കുറച്ച് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതിൽ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ ഷിഫോണാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ലിങ്ക് വേണ്ടവർ പറഞ്ഞാൽ മതി. ഇതും 3/4 തന്നെയാണ് സ്ലീവ് വരുന്നത്. സൈസാണെങ്കിൽ എനിക്ക് സ്മോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നെക്കും ചെറുതായിട്ടൊന്ന് എനിക്ക് ലൂസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം മെലിഞ്ഞിട്ടായതുകൊണ്ടിട്ടായിരിക്കും എനിക്ക് അങ്ങനെ. നിങ്ങൾക്ക് സൈസ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. സൈസ് ചാർട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടേക്കാവേ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ്. ഇത് വേണമെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അത്യാവശ്യം ലെങ്ത് കിട്ടുന്നുണ്ട്. എന്നാലും ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ കേട്ടോ. അടിയിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇലാസ്റ്റിക് സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. ഫുൾ സ്ലീവാണ്. ഒരു ബലൂൺ ടൈപ്പ് സ്ലീവായിട്ടാണ് നമ്മൾ ഇടുന്ന സമയത്ത് തോന്നിക്കുന്നത്. നെക്ക് വി ഷേപ്പാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ കുറച്ച് കയറിയിട്ട് ഫ്രണ്ടിൽ അത്യാവശ്യം ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ബനിയൻ ഉള്ളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് ബനിയൻ ഇട്ടിട്ടാണ് ഇടാറുള്ളത്. പിന്നെ ചെറിയ 2-3 ബട്ടണും കൂടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഒന്നും അതിൽ വരുന്നില്ല. ബാക്ക് പോർഷനും ഈ ഒരു സെയിം പാറ്റേൺ തന്നെ. ഞാനതപ്പോൾ ബാഗിയുടെ കൂടെയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മെറ്റീരിയലും നല്ലതായിരുന്നു. കാണാനും നമുക്കൊരു കംഫർട്ടാണ്. ഇടാനായിട്ട് നല്ല കംഫർട്ടായിരുന്നു കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇനി അടുത്തത് ഈ ഒരു ടോപ്പാണ്. ഇതും ഞാൻ ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്ത ഒരു ടോപ്പാണ്. പിന്നെ ജീൻസിൻ്റെ മെഡിയുണ്ട്, അതിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ നല്ലതായിരുന്നു. ഇതിന് ലൈനിങ് വരുന്നില്ല. കുറച്ച് അധികം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. താഴത്തും സ്ലീവും മാത്രം. മുകളിലായിട്ട് കുഴപ്പമില്ല. അത്യാവശ്യം കട്ടിയുണ്ട്. അവിടെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ സൈസ് നമുക്ക് വലിയ ഇഷ്യൂ വരത്തില്ല. അത്യാവശ്യം വലിയുന്ന ടൈപ്പാണ്. ഫ്രണ്ടും ബാക്കും സെയിം മോഡലാണ് കേട്ടോ. നമുക്ക് ഏതാ ഫ്രണ്ട് ഏതാ ബാക്ക് എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. രണ്ടും ഒരേപോലെ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇടാം. ഇനി ഇടുമ്പോൾ മാറിപ്പോവും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ജോർജറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതിന് വെറും 150 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റിലാണ് 150. ആക്ച്വൽ റേറ്റ് എന്തോ 170 സംതിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം സായ ഡിസൈൻസ് എന്ന് തന്നെയാണ്. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.